നമ്മുടെ നാട്ടിലിപ്പോൾ പ്രണയനൈരാശ്യത്തിനുള്ള ബന്ധത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിൽ പൊള്ളാച്ചിയിലുള്ള ഒരു പെൺകുട്ടി പ്രണയ അഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് അവരെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലുള്ള പല ആണുങ്ങൾക്കും മനസ്സിലാവാത്ത വലിയൊരു യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രണയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ല. അതായത് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും സുഹൃത്തുക്കളാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി എടുക്കുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ നമ്മുടെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്ത് ബന്ധം സ്നേഹത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അത് പ്രണയമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് വെറും വിഡ്ഢിത്തരമാണ്. പ്രണയമെന്ന് പറഞ്ഞിരിക്കുന്നത് വേറൊരു തലമാണ്. അത് സ്നേഹവുമായിട്ട് ബന്ധമില്ല. കൂടെ പഠിക്കുന്നു എന്ന് തോന്നുന്നതുകൊണ്ടോ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നതുകൊണ്ടോ നമ്മുടെ കൂടെ അവർ കാണിക്കുന്ന എല്ലാ സ്നേഹ പ്രകടനങ്ങളും അതൊന്നും പ്രണയത്തിൻ്റെ ഭാഗമല്ല. പ്രണയം വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു ബന്ധമാണ്. ദീർഘനാളുകൾ കൊണ്ട് പരസ്പരം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും വിച്ഛേദനം ചെയ്ത് അപഗ്രഥിച്ച് പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി പരസ്പരം പരാജയങ്ങൾ മനസ്സിലാക്കി വിജയങ്ങൾ മനസ്സിലാക്കി ഒക്കെ പക്വതയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു വികാരമാണ് ശരിക്കുള്ള പ്രണയം. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രണയത്തിൽ ഒരിക്കലും അവർ പിന്മാറില്ല. ബിക്കോസ് അവർക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് അമിതമായിട്ടുള്ള ആഗ്രഹമുണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഇന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നത്. അതല്ലാത്തവരുടെയൊക്കെ ജീവിതം ഒരു പരാജയമാണ്. കാരണം അവർ പ്രണയിക്കുകയല്ല ചെയ്യുന്നു. വൈകാരിക ഇളക്കപ്പെരുപ്പത്തിൻ്റെ പുറകിൽ എന്തൊക്കെയോ കാണിച്ചു വെക്കുകയാണ്. പല ആണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം സുഹൃത്ത് ബന്ധത്തിനെയാണ് അവർ പ്രണയമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അത് പ്രണയമല്ല. പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സാമൂഹിക സമ്മർദ്ദങ്ങളുണ്ട്. ഒരു സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടിയെ സംബന്ധിച്ച് വീട്ടിൽ അച്ഛനമ്മയുടെ താല്പര്യം നോക്കണം, ബന്ധുമിത്രാദികളുടെ താല്പര്യം നോക്കണം, സാമ്പത്തിക നിലവാരം നോക്കണം, കുടുംബത്തിലെ സുരക്ഷിതത്വം നോക്കണം, ജീവിതത്തിൻ്റെ സുരക്ഷ നോക്കണം. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരാൾ വിവാഹം കഴിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തനെ പ്രണയിച്ച് വെറുതെ സമയം കളഞ്ഞ് അവൻ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് തുള്ളിച്ചാടി പോകാൻ എല്ലാ പെൺകുട്ടികൾക്കും കഴിയില്ല. അത് പെൺകുട്ടികളല്ല മനസ്സിലാക്കേണ്ടത്, അത് ആണുങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആണുങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. ഒരുപാട് ആണുങ്ങൾ ഇതുപോലുള്ള പ്രണയനൈരാശ്യത്തിൽപ്പെട്ട് അവർ പ്രണയിച്ചിരിക്കുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പോയി ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രവണത നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഒരു പൊട്ടത്തരമാണ്. അത് ഇത്രയും നാളും ആണുങ്ങൾക്ക് ആ പെൺകുട്ടികളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ പ്രകാരം ചെയ്യുന്നത്. ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതും ഇതുകൊണ്ടാണ്.